ഹായ് ഒരുവൻ എല്ലാവർക്കും സ്കിൽ റൈനയുടെ കറണ്ട് അഫയർസ് സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ജൂൺ 15-ാം തീയതി PSC പ്രസിദ്ധീകരിച്ചിട്ടുള്ള PSC ബുള്ളറ്റിൻ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ടോപ്പിക്കാണ്. ഇതിൻ്റെ പാർട്ട് 1 ക്ലാസ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 ക്ലാസ് ആണ്. അത് കാണാത്തവർ എന്ത് ചെയ്യുക, അതുകൂടെ ഒന്ന് പോയി കാണുക. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ സ്കിൽ റൈനയുടെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ സ്കിൽ റൈനയുടെ മൊബൈൽ ആപ്പിൽ ജൂലൈ 6-ാം തീയതി മുതൽ 100% ഫ്രീ ആയിട്ട് വോയിസ് ക്ലാസ്സും ഡെയിലി എക്സാംസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ PSC നോട്ട്, മോഡൽ എക്സാംസ്, ഡെയിലി കറണ്ട് അഫെയർ, PSC ബുള്ളറ്റിൻ, ക്വിക്ക് ലേണിങ്സ് എന്നിവ നമ്മൾ നിങ്ങൾക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. PSCയിൽ ഒരു ജോലി വേണമെന്ന് വാശിയോടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വളരെ ബെസ്റ്റ് ആയിട്ടൊരു പ്ലാറ്റ്ഫോമാണിത്. നിങ്ങളെല്ലാവരും നമ്മുടെ സ്കിൽ റൈനോടെ മൊബൈൽ ആപ്പ് കയറി ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ അതിൽ കയറി യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് ഈ വീഡിയോയ്ക്ക് താഴെ എന്ത് ചെയ്യുക, എല്ലാവരും വന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. ആദ്യത്തെ പോയിന്റ്, കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവ ശാസ്ത്രീയമായി സംയോജിപ്പിക്കുക ലക്ഷ്യമിട്ട് 2026 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സേഹത് മിഷൻ. അപ്പോൾ സേഹത് മിഷൻ എന്ന് വെച്ചാൽ എന്താണ്? കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവ ശാസ്ത്രീയമായി സംയോജിപ്പിക്കുക ലക്ഷ്യമിട്ട് 2026 ആരാണ് ആരംഭിച്ചത്? കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സേഹത് മിഷൻ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഫുൾ ഫോം താഴെ കൊടുത്തിട്ടുണ്ട്. സയൻസ് എക്സലൻസ് ഫോർ ഹെൽത്ത് ത്രൂ അഗ്രികൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ. എന്താണ്? സയൻസ് എക്സലൻസ് ഫോർ ഹെൽത്ത് ത്രൂ അഗ്രികൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചും ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് എന്ത് വികസിപ്പിക്കുന്നത്? നമ്മുടെ സേഹത് മിഷൻ വികസിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ സേഹത് മിഷൻ ആരാണ് കൊണ്ടുവന്നത്? കേന്ദ്ര സർക്കാരാണ് കൊണ്ടുവന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവ ശാസ്ത്രീയമായി സംയോജിപ്പിക്കുക ലക്ഷ്യമിട്ട് 2026 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന്? സേഹത് മിഷൻ. ഇന്ത്യയിലെ ആദ്യ മാതൃകാ അതിർത്തി ഗ്രാമം ചോദിച്ചാൽ ഏതാണ്? ചുമറാണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്കിലാണ്. ഇന്ത്യയിലെ ആദ്യ മാതൃകാ അതിർത്തി ഗ്രാമം ചോദിച്ച ഏതാണ്? ചുമർ. അത് എവിടെയാണ്? ലഡാക്കിലാണ്. നമ്മുടെ ഇന്ത്യ ചൈന ബോർഡറിൻ്റെ അടുത്തായിട്ട് വരുന്ന ചാങ് താങ് എന്ന് പറയുന്ന ഒരു താഴ്വരയിലാണ് ഈ ചുമർ എന്ന് പറയുന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്? ചാങ് താങ് എന്ന് പറയുന്ന ഒരു താഴ്വരയിലാണ് ഈ ഒരു ചുമർ എന്ന് പറയുന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 16,700 അടി മുകളിലാണ് ഇത് കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 16,700 അടി മുകളിലാണ് ഈ ഒരു ചെറിയ ഗ്രാമം കാണപ്പെടുന്നത്. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്, വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. ഇത് പ്രകാരമാണ് ഇന്ത്യയിലെ ആദ്യ മാതൃകാ അതിർത്തി ഗ്രാമമായിട്ട് ചുമറിനെ എന്ത് ചെയ്ത് വികസിപ്പിക്കുന്നത്. ഓക്കെ, എന്താണ് ആ പ്രോഗ്രാം? വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. ഓക്കെ, വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വിലക്കേർപ്പെടുത്തിയ രാജ്യം ചോദിച്ച മലേഷ്യയാണ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് വിലക്കേർപ്പെടുത്തിയ രാജ്യം ചോദിച്ച ഏത് എഴുതണം? മലേഷ്യ. അടുത്ത പോയിന്റ്, 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ചോദിച്ചാൽ ഇത് ഫ്രാൻസ് ആണ്. 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ചോദിച്ചാൽ ഫ്രാൻസ് ആണ്. ഫ്രാൻസിലുള്ള ഏത് നഗരത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏവിയാൻ ലെസ് ബെയിൻസ് ആണ്. ഏവിയാൻ ലെസ് ബെയിൻസ് ഫ്രാൻസിലുള്ള ഈ നഗരത്തിൽ വെച്ചിട്ടാണ് 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. ഇതെന്നാണ് നടന്നത്? 2026 ജൂൺ 15 മുതൽ 17 വരെയാണേ. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഓർത്തിരുന്നോ, 2027 US ആണ് വേദി. 2027 G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് US ആണ്. അപ്പോൾ 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഫ്രാൻസ് ആണ്. ഇനി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളും വൃത്തിയാക്കി അണുവിമുക്തമാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച സമ്പൂർണ്ണ ശുചീകരണ പദ്ധതി എന്താണ്?
തുടക്കം. അപ്പം തുടക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളും വൃത്തിയാക്കി അണുവിമുക്തമാക്കുന്നതിനായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച സമ്പൂർണ്ണ ശുചീകരണ പദ്ധതിയുടെ പേരാണ് എന്ത്? തുടക്കം. മറന്നു പോരുതേ. ഇനി സ്ത്രീകൾക്ക് പ്രതിമാസം 3000 ധനസഹായം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 ധനസഹായം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ഈ ഒരു പദ്ധതിയും അതേത് സംസ്ഥാനത്താണ് നടപ്പാക്കുന്നതെന്നും മാറിപ്പോത് എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കുക. എവിടെയാണ്? പശ്ചിമ ബംഗാൾ. എന്താണ് പദ്ധതിയുടെ പേര്? അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ അധിഷ്ഠിത മനുഷ്യാന സംഘർഷ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അത് പലാമു ടൈഗർ റിസർവ് ആണ്. ഇന്ത്യയിലെ ആദ്യ അധിഷ്ഠിത മനുഷ്യാന സംഘർഷ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അത് പലാമു ടൈഗർ റിസർവ് ആണ്. ഇത് എവിടെയാണ്? ഇത് ജാർഖണ്ഡിലാണ്. ഇത് ജാർഖണ്ഡ്. ഇതിന് വേറൊരു പേരുണ്ട്, ബെറ്റ്ല നാഷണൽ പാർക്ക്. ബെറ്റ്ല നാഷണൽ പാർക്ക്. ഇത് എന്തിനാണുള്ളത്? ഇത് നമ്മുടെ മനുഷ്യാന സംഘർഷം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അധിഷ്ഠിതമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗവേഷണ കേന്ദ്രം അവർ പലാമു ടൈഗർ റിസർവിൽ എന്ത് ചെയ്തത്? സ്ഥാപിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ അധിഷ്ഠിത മനുഷ്യാന സംഘർഷ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അത് പലാമു ടൈഗർ റിസർവ് ആണ്. അടുത്ത പോയിന്റ്, ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏക നഗരസഭ ചോദിച്ചു കഴിഞ്ഞാൽ അത് വർക്കല നഗരസഭയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏക നഗരം ഏതാണ്? വർക്കല നഗരസഭ. ഷൂട്ടിംഗ് ലോകകപ്പിൽ ലോക റെക്കോർഡോടെ സ്വർണ്ണ മെഡൽ നേടിയ താരം ചോദിച്ച ഇഷാ സിംഗ് ആണ്. ഏകദേശം 43 പോയിന്റുകൾ സ്വന്തമാക്കിയിട്ടാണ് ഇഷാ സിംഗ് എന്ത് കരസ്ഥമാക്കിയത്? സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. അപ്പോൾ ഷൂട്ടിംഗ് ലോകകപ്പിൽ ലോക റെക്കോർഡോടെ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം ചോദിച്ച ആരാണ്? ഇഷാ സിംഗ്. അടുത്ത പോയിന്റ്, ലോക വയോജന ദുരുപയോഗ ബോധവൽക്കരണ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂൺ 15 ആണ്. ലോക വയോജന ദുരുപയോഗ ബോധവൽക്കരണ ദിനം ചോദിച്ചാൽ എന്താണ്? ജൂൺ 15. വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ എന്നാണ് ജൂൺ 15. അടുത്തിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ലാൻഡ് പോർട്ടുകൾക്കായുള്ള കേന്ദ്രീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? വിനിമയാണ്. അപ്പം വിനിമയം എന്ന് വെച്ചാൽ എന്താണ്? അടുത്തിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ആരാണ് ആഭ്യന്തരമന്ത്രി? അമിത് ഷാ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ലാൻഡ് പോർട്ടുകൾക്കായുള്ള കേന്ദ്രീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് എന്ത്? വിനിമയം. അടുത്ത പോയിന്റ്, പ്രശസ്ത മലയാള സാഹിത്യകാരൻ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ആദ്യ നോവൽ ഏതാണെന്ന് ചോദിച്ചത് മാതംഗലീലയാണ്. അപ്പം മാതംഗലീല ആരുടെ നോവലാണ്? സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ആദ്യ നോവലാണ് മാതംഗലീല. ഓക്കെ. അടുത്ത പോയിന്റ്, ടൈം മാസിക പുറത്തുവിട്ട ലോകത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും മികച്ച 100 കായിക താരങ്ങളിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണ്? നമ്മുടെ സ്മൃതി മന്ദാനയാണ്. ടൈം മാസിക പുറത്തുവിട്ട ലോകത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും മികച്ച 100 കായിക താരങ്ങളിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണ്? സ്മൃതി മന്ദാനയാണ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ റെക്കോർഡ് സ്മൃതി മന്ദാനയ്ക്കാണ് അല്ലേ. അപ്പോൾ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം ക്രിക്കറ്റർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സ്മൃതി മന്ദാനൻ. ഈ ഒരു പോയിന്റൂടെ എന്ത് ചെയ്യുക? ഓർത്തു വെച്ചിരുന്നു. അപ്പം ടൈം മാസിക പുറത്തുവിട്ട ലോകത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും മികച്ച 100 കായിക താരങ്ങളിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സ്മൃതി മന്ദാന. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ സീഡ് റിസർച്ച് എണ്ണക്കുരു കർഷകർക്കായി വികസിപ്പിച്ചെടുത്ത വാട്സപ്പ് അധിഷ്ഠിത AI പവേർഡ് സേവനം എന്താണ് അറിയപ്പെടുന്നത്? ഓയിൽ സീഡ് കിസാൻ മിത്ര. അപ്പം ഓയിൽ സീഡ് കിസാൻ മിത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ സീഡ് റിസർച്ച് വികസിപ്പിച്ചെടുത്തതാണ്. എണ്ണക്കുരു കർഷകർക്കായി വികസിപ്പിച്ചെടുത്ത വാട്സപ്പ് അധിഷ്ഠിത AI പവർഡ് സേവനം ഏതാണെന്ന് ചോദിച്ചാൽ ഓയിൽ സീഡ് കിസാൻ മിത്രയാണ്. ആരാണ് വികസിപ്പിച്ചെടുത്തെന്ന് ഓർത്തു വെച്ചിരുന്നോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ സീഡ് റിസർച്ച് ആണ്. അടുത്ത പോയിന്റ്,
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ സീഡ് റിസർച്ച് എണ്ണക്കുരു കർഷകർക്കായി വികസിപ്പിച്ചെടുത്ത വാട്സപ്പ് അധിഷ്ഠിത AI പവേർഡ് സേവനം അറിയപ്പെടുന്നത് ഓയിൽ സീഡ് കിസാൻ മിത്ര എന്നാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ സീഡ് റിസർച്ച് എണ്ണക്കുരു കർഷകർക്കായിട്ട് വികസിപ്പിച്ചെടുത്ത വാട്സപ്പ് അധിഷ്ഠിത AI പവേർഡ് സേവനം അറിയപ്പെടുന്ന എന്താണ്? ഓയിൽ സീഡ് കിസാൻ മിത്ര. അടുത്ത പോയിന്റ്, 2026 ഏഷ്യ അണ്ടർ 20 അത്ലറ്റ്സ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ചോദിച്ചാൽ അത് ചൈനയാണ്. 2026 ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സിൽ ചാമ്പ്യൻഷിപ്പ് ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ചോദിച്ച ചൈനയാണ്. 14 ഗോൾഡ് മെഡലാണ് ചൈന സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി രണ്ടാം സ്ഥാനത്ത് തൊട്ട് പിന്നിലായിട്ട് നമ്മുടെ ഇന്ത്യ ഉണ്ട്. രണ്ടാം സ്ഥാനത്ത് ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യ 10 ഗോൾഡ് മെഡലാണ്. തേർഡ് പൊസിഷനിൽ വരുന്നത് ജപ്പാനാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, 23ാമത് ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഉദ്ഘാടന കിക്ക് ഓഫ് മത്സരത്തിന് വേദിയായ സ്റ്റേഡിയം ചോദിച്ചു കഴിഞ്ഞാൽ ആസ്ടെക് സ്റ്റേഡിയമാണ്. ഏത് സ്റ്റേഡിയമാണ്? ആസ്ടെക് സ്റ്റേഡിയമാണ്. 23ാമത് ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഉദ്ഘാടന മത്സരത്തിന് വേദിയായ സ്റ്റേഡിയം ചോദിച്ചാൽ ഏതാണ്? ആസ്ടെക് സ്റ്റേഡിയം. ഇനി ഏത് നഗരമാണെന്ന് ചോദിച്ചത് മെക്സിക്കൻ സിറ്റിയാണേ. മെക്സിക്കൻ സിറ്റിയാണ്. ഓക്കെ, ഇനി 2026 ഏഷ്യ അണ്ടർ 20 അത്ലറ്റ്സിൻ്റെ വേദി ചോദിക്കുകയാണെങ്കിൽ അതുകൂടെ ഓർത്തിരുന്നോ, അത് ഹോങ്കോങ് ആണേ. ഓക്കെ, 2026 നോർവേ ചെസ് ടൂർണമെൻറ്റിൽ ചാമ്പ്യനായ ഇന്ത്യൻ താരം ചോദിച്ച ആർ പ്രജ്ഞാനന്ദയാണ്. 2026 നോർവേ ചെസ് ടൂർണമെൻറ്റിൽ ചാമ്പ്യനായ ഇന്ത്യൻ താരം ആരാണെന്ന് ചോദിച്ചാലാണ്? ആർ പ്രജ്ഞാനന്ദ. ഈ വിജയത്തോടെ നോർവേ ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ എന്ന ചരിത്ര നേട്ടം ആര് സ്വന്തമാക്കി? നമ്മുടെ പ്രജ്ഞാനന്ദ സ്വന്തമാക്കി. അപ്പോൾ ആദ്യ ഇന്ത്യൻ എന്തിനാണ്? നമ്മുടെ നോർവേ ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ ആരാണെന്ന് ചോദിച്ചാലും അതാരാണ്? ആർ പ്രജ്ഞാനന്ദയാണ്. അതുകൂടെ ഓർത്തു വെച്ചിരുന്നു. അടുത്ത പോയിന്റ്, ഏഷ്യ കപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി കിരീടം നേടിയ രാജ്യം ചോദിച്ചാൽ ഇന്ത്യയാണ്. ഏഷ്യ കപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി കിരീടം നേടിയ രാജ്യം ചോദിച്ചാൽ അത് ഏതാണ്? അത് നമ്മുടെ ഇന്ത്യയാണ്. ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ചോദിച്ചാൽ തഹ്സീൻ മുഹമ്മദ് ജംഷീദാണ്. ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ചോദിച്ചാൽ തഹ്സീൻ മുഹമ്മദ് ജംഷീദാണ്. ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കുന്ന ആദ്യ മലയാളി കൂടെയാണ് ആര്? തഹ്സീൻ മുഹമ്മദ് ജംഷീദ്. കണ്ണൂരുകാരനാണ്. അതുപോലെ തന്നെ ഖത്തറിൻ്റെ ടീമിൽ നിന്നിട്ടാണ് തഹ്സീൻ മുഹമ്മദ് എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ ആദ്യ ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് ഖത്തറിൻ്റെ ടീമിലാണ്. ഖത്തർ, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നു. ഖത്തർ. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ 2026 ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ലോകത്തിലെ 163 രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 127ാമതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് ആരാണ് റിലീസ് ചെയ്യുന്നത്? പഠിച്ചു വെച്ചിരുന്നോ? ആരാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ 2026 ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ലോകത്തിലെ 163 രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 127ാമതാണ്. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ആരായിരിക്കും? ഐസ്ലാൻഡ് ആണല്ലേ. രണ്ടാം സ്ഥാനത്ത് വരുന്നത് ന്യൂസിലാൻഡ്. ഇനി മൂന്നാം സ്ഥാനത്ത് വരുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. 2025-ലും 2024-ലും നമ്മുടെ ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം വന്ന ഒരു സ്ഥലമാണ് ഇത് നമ്മുടെ ഐസ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി 163 രാജ്യം എന്ന് പറഞ്ഞില്ലേ, അപ്പം 163ാമത്തെ ആരാണെന്ന് കൂടെ അറിഞ്ഞിരുന്നോ? അത് റഷ്യയാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, കരസേനയുടെ പുതിയ മേധാവിയായി തിരഞ്ഞെടുത്തത് ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേതാണ്. കരസേനയുടെ പുതിയ മേധാവിയെ തിരഞ്ഞെടുത്തത് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേതാണ്. ഇത് അറിഞ്ഞിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എപ്പിഗ്രഫിക്കൽ സർവേയുടെ ഭാഗമായി 25ഓളം പുരാതന ശിലാലിഖിതങ്ങളും ചരിത്രാതീത കാലത്തെ
ചിത്രപ്പണികളും കണ്ടെത്തിയ നല്ലമല ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എപ്പിഗ്രഫിക്കൽ സർവേയുടെ ഭാഗമായി 25ഓളം പുരാതന ശിലാലിഖിതങ്ങളും ചരിത്രാതീത കാലത്തെ ചിത്രപ്പണികളും കണ്ടെത്തിയ നല്ലമല ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശാണ്. അടുത്ത പോയിന്റ്, കേരളത്തിലെ സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും യാത്ര സുഗമമാക്കുന്നതിനായി KSRTC ബസ്സുകൾ നടപ്പിലാക്കിയ സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനി നടപ്പാക്കിയതെന്നാണ് 2026 ജൂൺ 15. എല്ലാവർക്കും അറിയാലോ പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയ ദിവസം എന്ന് അറിഞ്ഞിരുന്നോ? 2026 ജൂൺ 15. അടുത്ത പോയിന്റ്, വന്യമൃഗശല്യം രൂക്ഷമായതിനെ തുടർന്ന് കാർഷിക മേഖല ഉപേക്ഷിക്കേണ്ടി വരുന്ന കർഷകരെ പുനരധിവസിപ്പിക്കുന്നതിനായി വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നതാണ് നവകിരണം പദ്ധതി. അപ്പൊ നവകിരണം പദ്ധതി എന്താണ്? വന്യമൃഗശല്യം രൂക്ഷമായതിനെ തുടർന്ന് കാർഷിക മേഖല ഉപേക്ഷിക്കേണ്ടി വരുന്ന കർഷകരെ പുനരധിവസിപ്പിക്കുന്നതിനായി വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നവകിരണം പദ്ധതി. അടുത്ത പോയിന്റ്, ചുമ, ജലദോഷം, പനി എന്നിവ നിയന്ത്രിക്കാൻ കുട്ടികൾക്ക് നൽകുന്ന പാരസെറ്റാമോൾ ഉൾപ്പെടെയുള്ള സിറപ്പുകൾ വാങ്ങാൻ ഡോക്ടറുടെ കുറിപ്പ് നിർബന്ധമാക്കിക്കൊണ്ട് 1945 ഡ്രഗ്സ് റൂളിന്റെ ഏത് വിഭാഗത്തിലാണ് ഭേദഗതി വരുത്തിയത്? ഷെഡ്യൂൾ K വിഭാഗമാണ്. ഇത് നല്ലൊരു ചോദ്യമാണ് അല്ലേ? ചുമ, ജലദോഷം, പനി എന്നിവ നിയന്ത്രിക്കാൻ കുട്ടികൾക്ക് നൽകുന്ന പാരസെറ്റാമോൾ ഉൾപ്പെടെയുള്ള സിറപ്പുകൾ വാങ്ങാൻ ഡോക്ടറുടെ കുറിപ്പ് നിർബന്ധമാക്കിക്കൊണ്ട് 1945 ഡ്രഗ്സ് റൂളിന്റെ ഏത് വിഭാഗത്തിലാണ് ഭേദഗതി വരുത്തിയത്? ഷെഡ്യൂൾ K വിഭാഗം. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധിക്കുന്നതിന് ദീർഘകാല പദ്ധതി തയ്യാറാക്കാൻ ആരോഗ്യവകുപ്പ് രൂപവൽക്കരിച്ച ഉന്നത അധികാര സമിതി അധ്യക്ഷനായ ലോകാരോഗ്യ സംഘടന കൺസൾട്ടന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ SS ലാലാണ്. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കൂടെ നിറഞ്ഞിരുന്നോ? ആരാണ്? K മുരളീധരനാണ് അല്ലേ? K മുരളീധരൻ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണല്ലേ. ഓക്കെ, അപ്പം കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധിക്കുന്നതിന് ദീർഘകാല പദ്ധതി തയ്യാറാക്കാൻ ആരോഗ്യ വകുപ്പ് രൂപവൽക്കരിച്ച ഉന്നത അധികാര സമിതി അധ്യക്ഷനായ ലോകാരോഗ്യ സംഘടന കൺസൾട്ടന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ SS ലാലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ക്ലാസ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഇതിൻ്റെ നോട്ടും ഇതിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മുടെ സ്കിൽ റൈനറുടെ മൊബൈൽ ആപ്പിൽ ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെയിലി കറണ്ട് അഫയേഴ്സ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും നമ്മുടെ മൊബൈൽ ആപ്പിൽ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. ജൂലൈ 6 മുതലാണ് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള വോയിസ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. PSC പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എന്താണ് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. എല്ലാ റിസോഴ്സസും നമ്മുടെ സ്കിൽ റൈനറുടെ ആപ്പിൽ, മൊബൈൽ ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്നിപ്പോൾ ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ സ്കിൽ റൈനറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും നല്ല രീതിക്ക് കണ്ടല്ലെങ്കിൽ പൂർണ്ണമായിട്ട് കണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.